നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് അർജൻറ്റീന കളി ഈജിപ്തിനെതിരെ 79 മിനിറ്റ് വരെ 2 ഗോളിന് പിറകിൽ നിന്ന ശേഷം 3 ഗോളടിച്ച് കളി ജയിച്ചു. യഥാർത്ഥത്തിൽ ആദ്യ പകുതിയിലും രണ്ടാമത്തെ പകുതിയുടെ തുടക്കത്തിലും വളരെ മോശമായിട്ടാണ് അർജൻറ്റീന കളിച്ചത്. ഈജിപ്ത് മികച്ച നിലയിൽ അർജൻറ്റീനയുടെ പ്രതിരോധിച്ചു. 2 ഗോളും അടിച്ചു. അവർ ആദ്യ പകുതിയിൽ 1 അടിച്ചു, രണ്ടാമത്തെ പകുതിയിൽ 67-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോൾ അടിച്ചു. അങ്ങനെ 2 ഗോളിന് മുന്നിലായിരുന്നു. മോശം കളിയാണ് അർജൻറ്റീന കളിച്ചിരുന്നത്. അർജൻറ്റീന ഒരു തരത്തിലും പ്രസ്സിംഗ് ഗെയിം കളിച്ചതേ ഇല്ല. ആദ്യ ഘട്ടത്തിലൊന്നും ഗോളടിക്കണമെന്ന താല്പര്യമേ അവർ കാണിച്ചില്ല. പക്ഷേ പിന്നീട് ഈ 67-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ വീണതിന് ശേഷം അർജൻറ്റീന കളിച്ചൊരു കളിയുണ്ട്. അത് അതിഗംഭീരമായിരുന്നു. അത്രമാത്രം പ്രസ്സിംഗ് ആയിരുന്നു ഗെയിം. ആ ഗെയിമിലേക്ക് സ്കലോണി വരാനുള്ള കാരണം സ്കലോണിയുടെ ചില തന്ത്രങ്ങളിലെ സ്ട്രാറ്റജിയിലെ മാറ്റങ്ങളാണ്. ഒന്ന്, പ്രധാനമായിട്ടും അദ്ദേഹം മെസ്സിക്കും ഹൂലിയൻ അൽവാരസിനുമൊപ്പം ലൗതാറോ മാർട്ടിനസിനെ 3ാമത്തെ ഫോർവേഡായി ഇറക്കി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആദ്യ 11-ൽ 2 ഫോർവേഡുകളാണ് ഉണ്ടായിരുന്നത്, ഹൂലിയൻ അൽവാരസും ലയണൽ മെസ്സിയും. പക്ഷെ പിന്നീട് ലൗതാറോ മാർട്ടിനസ് കളിയിലേക്ക് വന്നു. സാധാരണഗതിയിൽ അൽവാരസിനെ മാറ്റിയിട്ടാണ് മാർട്ടിനസിനെ ഇറക്കാറ്. പക്ഷെ ഇത്തവണ ലൗതാറോ മാർട്ടിനസ് എക്സ്ട്രാ ഫോർവേഡായിട്ട് എക്സ്ട്രാ അറ്റാക്കിങ്ങിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി കൊണ്ടുവന്നു. അത് തീർച്ചയായിട്ടും കൂടുതൽ പ്രസ്സിംഗ് ഗെയിം കളിക്കാൻ അർജൻറ്റീനയ്ക്ക് സാധിച്ചു. നേരത്തെ ജപ്പാനെതിരായ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ബ്രസീലിൻ്റെ കോച്ച് ആഞ്ചലോട്ടി എടുത്തൊരു നയമായിരുന്നു അത്. രണ്ടാമത്തെ പകുതിയിൽ ആഞ്ചലോട്ടി 4 ഫോർവേഡുകളെ വെച്ചാണ് കളിച്ചത്. അങ്ങനെ പ്രസ്സിംഗ് ഗെയിം കളിച്ചിട്ടാണ് ജയിച്ചത്. അതുതന്നെയാണ് അർജൻറ്റീനയെ ഇവിടെ ഫൈറ്റ് എന്തായാലും ലയണൽ സ്കലോണിയുടെ ആ തന്ത്രം ഏശി എന്ന് തന്നെ വേണം കരുതാനല്ല, സത്യം അതാണ്. അങ്ങനെ ഈജിപ്തിനെ 79 മിനിറ്റ് വരെ 2 ഗോളിന് പിറകിൽ നിന്ന് 3 ഗോളടിച്ച് അർജൻറ്റീന ജയിക്കുക.